കോഴിക്കോട് ഫറോക്കിൽ പോലീസ് കസ്റ്റഡിയിലെടുത്ത പ്രതി ചാടിപ്പോയി. അസം സ്വദേശി പ്രസൻജിത്താണ് ചാടിപ്പോയത്. സ്കൂൾ കുട്ടിയെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ചുവെന്ന കേസിലാണ് ഫറോക്ക് പോലീസ് ഇയാളെ കസ്റ്റഡിയിലെടുത്തത്. വിവരങ്ങളുമായി അനൽക സേതുണ്ട്. അനൽക, എപ്പോഴാണ് ഈ സംഭവം? ഇയാൾക്കെതിരെ എടുത്തിരിക്കുന്ന കേസിന്റെ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? വിവരങ്ങൾ. ഇന്ന് വൈകിട്ട് 7:30 കൂടിയിട്ടായിരുന്നു ഇത്തരത്തിലൊരു സംഭവം. അതായത് കോഴിക്കോട് ഫറൂഖ് പോലീസ് സ്റ്റേഷനിൽ നിന്നാണ് പോക്സോ കേസിലെ പ്രതിയായിട്ടുള്ള അസം സ്വദേശി പ്രസൻജിത്ത് പോലീസിനെ വെട്ടിച്ച് പോലീസിനെ കടന്നു കളഞ്ഞ് ചാടിപ്പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. വിലങ്ങുമായിട്ടാണ് ഇദ്ദേഹം വിലങ്ങുമായിട്ടാണ് പ്രസൻജിത്ത് പോലീസ് സ്റ്റേഷൻ അല്ലെങ്കിൽ ഇത്തരത്തിൽ ചാടിപ്പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. ഈ കേസിന് ആസ്പദമായ സംഭവം എന്ന് പറയുന്നത് 4 മാസം മുമ്പാണ് സ്കൂൾ വിദ്യാർത്ഥിയെ തട്ടിക്കൊണ്ടുപോകാൻ ഇത്തരത്തിലൊരു കേസ് ഉണ്ടാകുന്നത്. ഇതിനെ തുടർന്ന് ഇന്ന് പുലർച്ചെ ബാംഗ്ലൂരിൽ നിന്നാണ് പ്രസൻജിത്തിനെ ഫറൂഖ് പോലീസ് കസ്റ്റഡിയിലെടുക്കുന്നത്. തുടർന്ന് കോഴിക്കോടേക്ക് കൊണ്ടുവരികയും വൈദ്യുതി പരിശോധനയൊക്കെ പൂർത്തിയാക്കി കഴിഞ്ഞതിന് ശേഷം സ്റ്റേഷനിൽ നിൽക്കുന്ന സമയത്താണ് ഇത്തരത്തിൽ ഈ പ്രതി ചാടിപ്പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇന്ന് വൈകുന്നേരം ആയിരുന്ന സമയത്ത് ഫറൂഖ് പരിസരത്ത് BJPയുടെ ഒരു പരിപാടി ഉണ്ടായിരുന്നു. ആ ഘട്ടത്തിൽ സ്റ്റേഷനിൽ പോലീസുകാരുടെ കുറവുണ്ടായിരുന്നു. ആ ഘട്ടത്തിൽ ആ സാഹചര്യം നോക്കിയാണ് പ്രതിയായിട്ടുള്ള അസം സ്വദേശിയായിട്ട് പ്രസൻജിത്ത് വിലങ്ങുമായി ചാടിപ്പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. പോലീസ് വിചാരിക്കുന്നത് ഈ പ്രതി വിലങ്ങുമായി ചാടിപ്പോയത് കൊണ്ട് തന്നെ ഈ കൂടുതൽ ദൂരം പോകാനുള്ള സാധ്യതയില്ലെന്നാണ് പോലീസ് പ്രതീക്ഷിക്കുന്നത്. അതോടൊപ്പം തന്നെ ഫറൂഖ് പോലീസിന്റെ നേതൃത്വത്തിൽ റെയിൽവേ സ്റ്റേഷൻ കേന്ദ്രീകരിച്ചും ബസ് സ്റ്റാൻഡ് കേന്ദ്രീകരിച്ചും ഒക്കെ തന്നെ വലിയ രീതിയിലുള്ള പരിശോധന നടക്കുകയും ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് മറ്റ് സ്റ്റേഷനുകളിലേക്കും ഇതുമായി ബന്ധപ്പെട്ട വിവരം പോലീസ് കൈമാറി കഴിഞ്ഞു. അഖില. അനൽക സേതാണ് വിവരങ്ങൾ നൽകിയത്.